ഞാൻ ചോദിക്കട്ടെ, പ്രസിഡൻറ്റിൻ്റെ കാലാവധി തീരാൻ പോകുന്ന കുറച്ച് ദിവസം കൂടി ഉള്ളൂ. 5 കൊല്ലം കഴിഞ്ഞ്. പക്ഷേ ഈ 5 കൊല്ലം ഒരു 25 കൊല്ലത്തെ തുടർച്ചയെന്നുള്ള കാര്യങ്ങൾ സാന്ദർഭികമായിട്ട് മറന്നു പോകുന്നുണ്ട്. ഈ 30 കൊല്ലത്തിനുള്ളിൽ ഈ വികസനം മതിയോ നന്ദിയിലെ പ്രസിഡൻ്റെ? അല്ല, നമ്മൾ നിങ്ങളുടെ കാര്യം പറയും, നിങ്ങളുടെ കാലഘട്ടത്തിൽ പറയും. ഈ 30 കൊല്ലത്തിനുള്ളിൽ ഈ വികസനം മതിയോ? മത്സ്യ മാർക്കറ്റിനെ കുറിച്ച്, പൊതു കളിസ്ഥലത്തെക്കുറിച്ച്, ശ്മശാനത്തെക്കുറിച്ച് അതൊക്കെ പറയുമ്പോൾ പറയുന്ന മറുപടികൾ തൃപ്തികരമല്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഈ തേന് എന്ന് കൈൻ്റെ അടിയിൽ എഴുതി ഒരു പ്രശ്നം പറയണോ, ഒരു പ്രശ്നത്തിലേക്ക് പറയണോ? തേന് എന്ന് കൈൻ്റെ അടിയിൽ എഴുതി നുണഞ്ഞാൽ മധുരമുണ്ടാവോ? ഇതൊക്കെ പറഞ്ഞിട്ട് പ്രാവർത്തികമായിട്ട് കാണണമെങ്കിൽ, ആ ജനങ്ങൾക്ക് ജനോപകാരപ്രദമായിട്ട് കിട്ടണമെങ്കിൽ അത് നടക്കണ്ടേ? എന്ത് നടക്കണം? ഒരു മത്സ്യ മാർക്കറ്റ് നന്ദിയിൽ ഇപ്പം വന്നിട്ടുണ്ട്. ഒരു ഷെഡ് ഉണ്ടാക്കിയിട്ട് ഒരു ടേബിൾ ഇട്ട് കൊടുത്താൽ മത്സ്യ മാർക്കറ്റ് ആവുമോ? അത് കഴിഞ്ഞ ഒരു സമയത്ത് ഒരു മിനിറ്റ്, മത്സ്യ മാർക്കറ്റിനെ പറ്റിയാണ് ചോദ്യം. ഈ കളിസ്ഥലത്തെ കുറിച്ച് പറയുന്നത് വ്യക്തമല്ല. അത് നിങ്ങൾ ക്രോസ് ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തപ്പം മറുപടി പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. എൻ്റെ വീട്ടിലേക്ക് പോകുന്നൊരു റോഡുണ്ട്, അത് ഞാൻ പറയാൻ തുടങ്ങി 2 വർഷമായി. അത് കെൽട്രോൺ ലിങ്ക് റോഡ്, മുഖയടത്ത് കെൽട്രോൺ റോഡ് ലിങ്ക്. അതല്ല, അങ്ങനെ അല്ല എഴുതിയിട്ട് ഇങ്ങനെ വെച്ച് 7 ലക്ഷം 5 ലക്ഷം 20 ലക്ഷം നമുക്ക് എന്ത് കാര്യം അതിനെക്കൊണ്ട്? ജനങ്ങൾക്കത് ഉപകാരപ്പെട്ട് കിട്ടണം. അതാണ് എനിക്ക് പറയാനുള്ളൂ. മത്സ്യ മാർക്കറ്റിനെ ഒന്ന് വിട്ടുപോയതാണേ. ഞാൻ മറുപടി പറയട്ടെ. മത്സ്യ മാർക്കറ്റ് നാസർക്ക ചോദിച്ചിരുന്നു, മത്സ്യ മാർക്കറ്റ് പിന്നെ ഭംഗിയായില്ല, പെട്ടിക്കട എന്നതാണ് കുട്ടികളെ മറ്റേ വിഷുവിന് പടം വെക്കുന്ന പോലെയാണ് നല്ല രൂപത്തിൽ പറഞ്ഞു. അതെന്നോട് പറഞ്ഞ് വിട്ടുപോയത്. അപ്പോൾ അത് തന്നെയാണ് ഊരളിയും പറഞ്ഞത്. അപ്പോൾ അതിന് ഞാൻ മറുപടി ഞാൻ നേരത്തെ പറഞ്ഞാണ്. നമുക്കിവിടെ പ്രായോഗികമായി ചെയ്യാൻ പറ്റുന്നത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അത് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തല്ല, ഈ 18 മെമ്പർമാർ അംഗീകരിച്ച പ്ലാനാണത്. 18 മെമ്പർമാർ അംഗീകരിച്ച കരാറാണത്. ഇവരാരും പറഞ്ഞില്ല അത് പടക്കച്ചവടം നിങ്ങളിപ്പോൾ പുറത്തിപ്പം പഞ്ചായത്ത് ലക്ഷം പറയുന്നല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങളെ മെമ്പർമാർ പറയണ്ടേ? നിങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കണ്ടേ അത് പടക്കച്ചവടം പോലെയാള്? എന്താ പറയാതിരുന്നത്? എല്ലാവരും 18 ആളുകൾ അംഗീകരിച്ചാണ്, ഇവിടുത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾ അംഗീകരിച്ചാണ്, കുടുംബശ്രീ അംഗീകരിച്ചാണ്, എല്ലാവരും അംഗീകരിച്ചാണ്. അവിടെ ഒരു പ്രശ്നമില്ല. ഞങ്ങളെല്ലാം പോയി മീൻ വാങ്ങുന്നില്ല. അവിടെ മീൻ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വേറെന്താ? ഈ മഴയും വെയിലും കൊള്ളാതെ അവിടുത്തെ തൊഴിലാളികൾക്ക് കച്ചവടം ചെയ്യാനുള്ള സംവിധാനം ഈ ഗ്രാമപഞ്ചായത്ത് ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു വലിയ നാട്ടായിട്ട് തന്നെയാണ് ഈ നാട്ടിലെ ആളുകൾ കാണുന്നത്. നിങ്ങൾക്കത് കാണാൻ കഴിയില്ല. നിങ്ങൾക്കിപ്പം തേന് കൈ കിട്ടിയാലും കാഞ്ഞിരക്കുരു എന്ന് പറയുന്നത് നിങ്ങൾക്കത് തോന്നൂല. അത് വേറെ കാര്യം. അതാണ് അതിനെപ്പറ്റിയുള്ള മറുപടി. അപ്പോൾ അതാണ് നോക്കട്ടെ. പിന്നെ മൊകേടത്ത് റോഡിൻ്റെ കാര്യം പറഞ്ഞു. 7 ലക്ഷം റുപ്യ അത് ഫണ്ട് വെച്ചിട്ടുണ്ട്, ടെൻഡർ ആയിട്ടുണ്ട്, പണി ഇപ്പോൾ തുടങ്ങും. അങ്ങനെയാണ് എല്ലാ വർക്കും നടത്തുക. ഇത് കാണുന്നില്ല കേൾക്കുന്നില്ല എന്ന് പറയാനല്ല. ഓക്കെ, ഇനി ചോദ്യങ്ങൾ. അപ്പോൾ ഇവിടെ ദേശീയപാതയായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞു. ഇപ്പം സ്പാൻ ബ്രിഡ്ജിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലെനിക്ക് ചോദിക്കാനുള്ളത് പപ്പേട്ടനോടാണ്. ഉത്തരവാദപ്പെട്ട ആളുകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമ്മളിവിടെ പഞ്ചായത്ത് അടിസ്ഥാനത്തിലൊരു ജനകീയ കമ്മിറ്റി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ജനകീയ കമ്മിറ്റി അതിൻ്റെ പ്രവർത്തനം നടത്തി നമ്മൾ കളക്ടർക്കെല്ലാം നിവേദനം കൊടുത്ത് വരുമ്പോൾ NH പ്രൊജക്ടർക്ക് റിപ്പോർട്ട് ഇത് കൊടുത്ത് വരുമ്പോൾ ഇവിടെ വേറൊരു കർമ്മസമിതി പറഞ്ഞൊരു 3-4 ആളുകളുണ്ട്. അവരാണ് ഇവിടെ മുന്നിലിരിക്കുന്നത്. അവർ നമ്മളോട് അന്ന് അവിടുന്ന് പറയുകയാണെന്ത്, ഇത് അടിപ്പാത നമുക്ക് അനുവദിച്ചിട്ടുണ്ട്, ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞാന്ന്. അങ്ങനെ വേണ്ടാന്ന് പറയാൻ നിങ്ങളുടെ ഔദ്യോഗികമായിട്ടുള്ളൊരു തീരുമാനമാണോ അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞത്? ഇങ്ങനൊരു അടിപ്പാത അനുവദിച്ചിട്ട് വേണ്ടാന്ന് പറയാൻ നിങ്ങൾ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് കോൺഗ്രസോ UDF അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടോ? കാരണം ഇവർ അങ്ങനെയാണ് നമ്മളോട് പറഞ്ഞത്. അന്ന് അവിടെ നിന്ന് പറഞ്ഞിരിക്കുന്നത് തിരിച്ചു വരുമ്പോൾ അങ്ങനെയാണ്, ഞങ്ങൾ അനുവദിച്ചിട്ടുണ്ട്, ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞാന്ന് പറഞ്ഞു. കൃത്യമായി ഫേസ്ബുക്കിലുണ്ട്. സുരേഷ് CPM-ന്റെ ലോക്കൽ സെക്രട്ടറിയും ഈ കർമ്മസമിതിയുടെ കൺവീനർ കൂടിയാണ്. ആ കർമ്മസമിതിയിൽ ഇതിന് ഉത്തരം പറയേണ്ട പ്രസിഡന്റാണ്. എന്നാൽ പോലും എന്നോട് ചോദിച്ചത് കൊണ്ട് ഞാൻ പറയുകയാണ്. ആ കർമ്മസമിതിയിൽ ഈ അടിപ്പാത നിർബന്ധമായി ലഭിക്കണമെന്ന സതുദ്ദേശത്തോടു കൂടിയാണ് കർമ്മസമിതി ഉണ്ടാക്കിയത്. ആ കർമ്മസമിതി ഉണ്ടാക്കുന്ന സമയത്ത് ഈ പഞ്ചായത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളെയും അതുപോലെ തന്നെ റെസിഡൻസ് ഒക്കെ വിളിച്ചിട്ടുണ്ട്. ആ രൂപത്തിലാണ് പദ്ധതിക്ക് ആ കമ്മിറ്റിക്ക് രൂപം കൊടുക്കാൻ സാധിച്ചത്. അതിൽ മറ്റാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വവും ബാധ്യതയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റെടുക്കുന്നില്ല. സുരേഷിന് വളരെ വ്യക്തമായല്ലോ. അല്ല, ഇനിയായാലും വിശദീകരണം ആവശ്യമില്ല. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ബഹുമാനപ്പെട്ട പപ്പേട്ടനോടാണ് ചോദിക്കാനുള്ളത്. പപ്പേട്ടൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മൂടാടി പഞ്ചായത്തിലൊരു കുറ്റവിചാരണ ജാഥ നടന്നിട്ടുണ്ട്. ആ ജാഥയ്ക്കകത്ത്
ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നടന്ന ഒരു പ്രസംഗമുണ്ട്. അത് നമ്മുടെ ഈ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് 230 വീട് മൂടാടി ഗ്രാമപഞ്ചായത്തിൽ നൽകിയിട്ടുണ്ട് എന്ന പ്രഖ്യാപനമുണ്ട്. ആ പ്രഖ്യാപനം പച്ചക്കള്ളമാണെന്നും അങ്ങനെ 230 വീട് കാണിച്ചു തരാൻ പറ്റുമെന്നുള്ള വെല്ലുവിളി ആ ജാഥയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. അങ്ങനെ ആ 230 വീട് കൊടുത്തിട്ടില്ല എന്നൊരു അഭിപ്രായം പപ്പേട്ടനുണ്ടോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. 230 വീട് കൊടുത്തു എന്നുള്ളത് സത്യമല്ല. 230 ആളുകൾ എഗ്രിമെൻ്റ് വെച്ചിട്ടുണ്ട്. അത് 230 വീടും പൂർത്തീകരിച്ചിട്ടില്ല. മാത്രമല്ല ഈ ലൈഫ് പദ്ധതി ഞാൻ തൊട്ട് മുമ്പേ എനിക്ക് പറയാൻ വിട്ടു ഒരു കാര്യമാണ്. ഈ കൊടുക്കാൻ ഒരു എടുക്കണ്ടേ വീട്, ഒരു വീടും എടുക്കണ്ടേ? നിങ്ങളെ കൊടുത്തിട്ട് കാര്യമില്ല, ഒരു വീട് എടുക്കണ്ടേ? അല്ലേ? അതെ, ആ ഒരു ഗഡു വാങ്ങിപ്പോയി ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ. മറുപടി പറഞ്ഞ ശേഷം നിങ്ങൾക്ക് ഇടപെടാം. മറുപടി വരട്ടെ. അതായത് ഈ 230 വീട് ലൈഫ് പദ്ധതി എന്ന് പറയുന്നത് ഈ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് SC ഫണ്ടിൽ വീടുകൾ ലഭിക്കുന്ന ആളുകളുണ്ട്. അത് ഈ ലൈഫ് പദ്ധതി വരുന്നതിന് മുമ്പ് SC ഫണ്ടായിട്ട് ലഭിച്ചിട്ട് അവർക്ക് വീടുകൾ വെച്ചിട്ടുണ്ട്. ഫിഷറീസിൻ്റെ വീടുകൾ, ആ ഫിഷറീസിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഒരുപാട് ആളുകൾക്ക് വീട് കൊടുത്തു. ചോദ്യമല്ല, ലൈഫ് പദ്ധതിയിൽ ഇതെല്ലാം കൂടി ചേർത്ത് ഒരു കൊടക്കീഴിലാക്കിയതാണ് ലൈഫ്. ചോദ്യം 230 വീടുകൾ ലൈഫ് പദ്ധതിയിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് മൂടാടി പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ? അതിനുള്ള മറുപടി പറഞ്ഞു പോയത്. അതെ, ഈ പദ്ധതികളൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് ലൈഫ് പദ്ധതി ആക്കിയതാ. അതുകൊണ്ട് ലൈഫിൻ്റെ ഒരു വലിയ ഗുണമൊന്നുമല്ല, ലൈഫ് പദ്ധതി കൊടുത്തിട്ടില്ല എന്നല്ല. പക്ഷേ 230 വീട് പൂർത്തീകരിച്ചിട്ട് ലിസ്റ്റിൻ്റെ കയ്യിലുണ്ട്. പക്ഷേ 230 വീട് പൂർത്തീകരിച്ചിട്ടില്ല. അത് ഏടെ നടക്കുന്ന പ്രശ്നമില്ല പല വീടുകളും. 230 ഗുണഭോക്താക്കൾ അഗ്രിമെന്റ് വെച്ച ആളുകളുടെ ലിസ്റ്റ് ഇവിടെ ഉണ്ട്. അല്ല, നിങ്ങൾ പറഞ്ഞതിന് മറുപടി ഞാൻ പറഞ്ഞു. ഇനി നിങ്ങളോട് വർത്താനമില്ല, നിങ്ങളാടെ ഇരിക്കും. നിങ്ങളതിന് മറുപടി ഞാൻ പറഞ്ഞു. 230 വീട് നമുക്ക് ഒരു കാര്യം ചെയ്യാം. നാളെ നിങ്ങളെല്ലാം വന്നോ, പഞ്ചായത്തിൻ്റെ വണ്ടി എടുക്കാം, നമുക്ക് 230 ആൾക്കാരെ വീട്ടിൽ പോവാം. അവരേത് സ്റ്റേജ് ഏതാണ്, എത്ര പൈസ വാങ്ങി എന്നുള്ളത് നമുക്ക് തെളിയിക്കാം. വെറുതെ അതിന് തർക്കിക്കണ്ടല്ലോ. 30 30ന്റെ താക്കോൽ കൊടുത്തുന്നത് അതാ. ഞാൻ നാളെ നിങ്ങൾ വണ്ടി എടുത്ത് നമുക്ക് പോവാം. നിങ്ങൾ വന്നോ? ആയിക്കോട്ടെ, നിങ്ങൾ വന്നോ, നാളെ പഞ്ചായത്ത് വണ്ടി എടുക്കാം. താക്കോൽ വാങ്ങിയ ആൾക്കാർക്ക് അറിയാം എങ്ങനെ പൂട്ടണം തുറക്കണം നോക്കാം. നിങ്ങൾ ഈ ലൈഫ് ഗുണഭോക്താവല്ലോ, വണ്ടി തരാ. നാളെ വന്നോ, നമുക്ക് പോകാം. 230 ആളെ സന്ദർശിക്കാം. ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ ഒരുക്കി തന്നതിന് മലബാർ ചാനലിനും അതുപോലെ കുറേ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത UDFൻ്റെ പ്രവർത്തകർക്ക് നന്ദി പറയുകയാണ്. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ അക്കമിട്ട് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ സൂചിപ്പിച്ച്, പക്ഷെ അതിനെതിരായിട്ട് ഒന്നും പറയാനില്ല. ഇവിടെ ഇന്നും ചർച്ചയിൽ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് പോലും കൃത്യമായ മറുപടികൾ കൊടുക്കുമ്പോൾ അത് ശരിക്കും ഉൾക്കൊള്ളേണ്ടതാണ് നമ്മൾ. അതുമാത്രമല്ല, ഈ പറയുന്ന നേരത്തെ പപ്പമുടാടി പറഞ്ഞത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷെ ഇത് കൊണ്ടുവന്നത് നമ്മളാണെന്ന് രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് കൊണ്ടുവന്നെന്ന് പറയുന്നത്. പക്ഷേ ഇത് രാജ്യത്തെ മറ്റു പല സംസ്ഥാനങ്ങളിലും ഇല്ല. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളില്ല. 4.5 പതിറ്റാണ്ട് കാലം രാജ്യം ഭരിച്ചിട്ട് കോൺഗ്രസിന് ഇതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കേരളത്തിൽ മാത്രമേ നടക്കുന്നുള്ളൂ. കേരളത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലിരിക്കുന്ന സമയത്ത് മാത്രമേ ഇത് നടക്കുന്നുള്ളൂ എന്നുള്ളൊരു വസ്തുതയുണ്ട്. അതുപോലെ തന്നെ പപ്പമുടാടി മാതൃഭൂമിയിലൊക്കെ ഒരു വാർത്ത കണ്ട് തൻ്റെ വാർഡിൽ നടന്ന വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, പിന്നെ അതായത് പ്രതിപക്ഷത്തിരിക്കുന്ന മെമ്പറുടെ വാർഡിൽ പോലും വലിയ വികസന പ്രവർത്തനം നടത്തുന്നു എന്ന് മാതൃഭൂമിയിൽ പപ്പമുടാടി ലേഖനം കൊടുത്തിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇവിടെ വികസന മുരടിപ്പ് എന്ന് പറയുക? ഇവിടെ എന്ത് വികസന മുരടിപ്പാണ്? ഇവിടെ ഈ പറയുന്ന പ്രതിപക്ഷ പാർട്ടികളുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഫണ്ട്. അപ്പൊ വികസന മുരടിപ്പ് പപ്പമുടാടി പറഞ്ഞത് തിരുത്തി പറയണം. വികസന മുരടിപ്പ് പറഞ്ഞ ജാഥയിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇവിടെ കൃത്യമായി ചുരുക്കി പറഞ്ഞാൽ ഈ മൂടാടി പഞ്ചായത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അംഗീകരിക്കുന്ന രീതിയിലേക്ക് ഈ സദസ്സ് മാറി. ചോദ്യം ഇതാണ്, മൂടാടി പഞ്ചായത്തിൽ നിങ്ങളുടെ ഭാഗം വളരെ കൃത്യമായിട്ട് പറഞ്ഞു. പക്ഷേ ഈ വികസനം കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഉണ്ട്. പയ്യോളി മുനിസിപ്പാലിറ്റിയിലുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഈ വികസനമുണ്ട്. പക്ഷേ പൊതുവായ ഒരു വികസനം ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല.
തൃപ്തികരമായ ഒരു മറുപടി ഭരണപക്ഷത്തിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല. പൊതു കളിസ്ഥലമില്ല, ശ്മശാനമില്ല, മാർക്കറ്റില്ല, അറവുശാലയില്ല. ഈ ടൂറിസം മേഖലയിലാണെങ്കിൽ ഒരു ചൂണ്ടിക്കാണിക്കാൻ ആവശ്യമായ ഒരു പദ്ധതി പോലും ഉണ്ടായിട്ടില്ല. അത് തൃപ്തികരമല്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയുന്നു. എൻ്റെ വാർഡിൽ നടന്ന വികസന പ്രവർത്തനം എന്ന് പറയുന്നത് പഞ്ചായത്തി രാജ് നഗരപാലിക ബിൽ പാസ്സാക്കിയതിൻ്റെ പേരിൽ സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും പഞ്ചായത്തുകൾക്ക് നൽകുന്ന ഫണ്ട് ഉപയോഗിച്ച് ഇത് ചെയ്തതാണ്. എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടുത്തെ ഭരണ പ്രതിപക്ഷ കക്ഷികൾ രണ്ട് കൂട്ടരോടും കൂടിയാണ്. ഒരു ചോദ്യം, നന്ദിയിൽ ഇത്രയും പ്രയാസപ്പെടുന്നൊരു അണ്ടർപാസിൻ്റെ പ്രശ്നം തുടക്കത്തിലെ എടുത്തിട്ട് ഇവിടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയ ആ കമ്മിറ്റിയിലെ ഒരു മെമ്പർ എന്ന നിലയ്ക്ക് എനിക്ക് വളരെയധികം സങ്കടമുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന ഒരു വലിയൊരു പാർട്ടിയുടെ രണ്ട് പക്ഷത്ത് നിൽക്കുന്ന ഇടതുപക്ഷമായാലും പ്രതിപക്ഷമായാലും അവർ നന്ദിയിൽ ഇവിടെ ഈ അണ്ടർപാസിന് വേണ്ടി തുടക്കത്തിൽ മുതൽ എന്തുകൊണ്ട് അവർ ശ്രമിച്ചില്ല എന്നുള്ളൊരു ചോദ്യമാണ് എൻ്റെ ഉള്ളത്. ഞാൻ ഈ പറഞ്ഞ ഇവിടെ ഒരാൾ ചോദിക്കുന്ന സുരേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3-4 ആളൊരു കമ്മിറ്റി ഉണ്ടാക്കിയെന്ന്. 3-4 ആളൊരു കമ്മിറ്റി ഉണ്ടാക്കിയ തുടക്കത്തിൽ കമ്മിറ്റി ഉണ്ടാക്കിയ ആ ഇതിൽ മെമ്പറാണ് ഞാൻ. തുടക്കത്തിലൊരു കമ്മിറ്റി ഇവിടെ നന്ദിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു മെമ്പർ ഞാനും കൂടിയാണ്. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പാർട്ടിയുടെ ആൾക്കാർ കൂടി അതിനകത്തുണ്ടായിരുന്നു. അതായത് ഞാൻ വിശ്വസിക്കുന്നൊരു പാർട്ടിയുടെ പ്രതിനിധാനം ചെയ്യുന്നതല്ല, തെറ്റിപ്പോയി, ഞാൻ വിശ്വസിക്കുന്നൊരു പാർട്ടിയുടെ അംഗങ്ങൾ കൂടി അതിനകത്തുണ്ടായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് നന്ദിയിൽ ഇത്രയും ഒരു പ്രശ്നം ഉണ്ടായിരുന്നു? ഞങ്ങൾ ഈ കമ്മിറ്റി ഉണ്ടാക്കുന്നത് വരെ കാത്തു നിന്ന് ഞങ്ങളല്ലേ ഇത് കണ്ണ് തുറപ്പിച്ചത് എന്നുള്ളതാണ് എൻ്റെ പ്രസിഡന്റിനോട് ഇവിടെ എല്ലാ പ്രശ്നത്തോടുള്ള ചോദ്യം. മാത്രമല്ല, ഞങ്ങളിവിടെ അണ്ടർപാസ് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഇവിടുത്തെ MLA-യുടെ അടുത്ത് ആദ്യമായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ട്. ഞാനുണ്ടായിരുന്നാലും ഉൾപ്പെട്ട് MLA പറഞ്ഞ എന്താ എന്നോട് പറഞ്ഞേക്ക്, ഞാൻ അത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പറഞ്ഞെന്ന് പറയാം, നന്ദിയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഇന്ന് വരെ ഒരാൾ പോലും ഞങ്ങളെ എന്നെ സമീപിച്ചിട്ടില്ല എന്ന് ഇവിടുത്തെ MLA എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതിനുള്ള മറുപടി എനിക്ക് തരണം. എന്തുകൊണ്ട് അതിനുള്ള അവസരം ഉണ്ടാക്കി നിങ്ങൾ? ഇതാണ് എൻ്റെ ചോദ്യം. ഇവിടുത്തെ ഭരണപ്രതിപക്ഷത്തോളം എൻ്റെ ചോദ്യം. തെറ്റിദ്ധാരണാജനകമായ രൂപത്തിലുള്ള പ്രസംഗങ്ങളും ചർച്ചകളൊക്കെ ഈ നാട്ടിൽ നടന്നിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് എല്ലാ ഘട്ടത്തിലും കൃത്യമായി ഇടപെട്ടിട്ടുണ്ട്. അവസാനം നന്ദി കീഴൂർ റോഡ് കൊട്ടിയടയ്ക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായ സമയത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും വിളിച്ചു ചേർത്ത് അവിടെ ഒരു ജനകീയ കമ്മിറ്റി, ബഹുജന കൺവെൻഷൻ വിളിച്ചു ചേർത്ത് ജനകീയ കമ്മിറ്റി, CPIM-ൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അതിൻ്റെ കൺവീനറും, കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് രാമകൃഷ്ണൻ അതിൻ്റെ ചെയർമാനും, വിവിധ പാർട്ടി പ്രതിനിധികൾ അതിൻ്റെ ഉപഭാരവാഹികളുമായിട്ടുള്ള കമ്മിറ്റിയാണ് ഇപ്പം നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കമ്മിറ്റി സമരം നടത്തി എല്ലാ മന്ത്രിമാരെയും, മുഖ്യമന്ത്രിനെയും, ഗഡ്കരിനെയും എല്ലാവരെയും സമീപിക്കാൻ ആവശ്യമായ നിലപാടുകളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. ആ ശ്രമം വിജയിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ MLA എന്ത് പറഞ്ഞോ എന്നുള്ളതൊന്നും എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല. അത് MLA നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ നിലയ്ക്ക് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങളോട് ചോദിക്കുന്നതിന് വെച്ചാൽ മറുപടി ഇറങ്ങിയില്ല. ആ യോഗത്തിൽ വെച്ചിട്ട് കുറച്ച് ആൾക്കാർ ഇറങ്ങിപ്പോയി. കുഞ്ഞിഷ്ണേട്ടനും അതുപോലെ തന്നെ ജിഗാസ് ബാബു, അങ്ങനെ 3-4 ആൾക്കാർ ഇറങ്ങിപ്പോയി. ഞങ്ങൾക്ക് അവിടെ ഒരു ജനറൽ സെക്രട്ടറി സ്ഥാനം വേണമെന്ന് ഒരാൾ വന്ന് പറഞ്ഞു. അങ്ങനെ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവർ ഇറങ്ങിപ്പോയി. അതാണ് അവിടെ ഉണ്ടായ സംഭവം. അപ്പോൾ അതിലേക്ക് നമ്മൾ കിടക്കേണ്ട ആവശ്യമില്ല. ഈ പ്രശ്നം പരിഹരിക്കാൻ ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം ഗ്രാമപഞ്ചായത്ത് ഉണ്ടാകും. അതിന് ആരൊക്കെ അതിന് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാലും ആ തടസ്സങ്ങളൊന്നും വിജയിക്കാൻ പോകുന്നില്ല എന്നാണ് അക്കാര്യത്തിൽ പറയാനുള്ളത്. നമ്മൾ 2ാം റൗണ്ടിലേക്ക് കടക്കുകയാണ്. മിസ്റ്റർ പപ്പൻ മൂടാടിയോടാണ് ചോദ്യം. 1963 മുതൽ പഞ്ചായത്ത് രൂപീകൃതമായത് മുതൽ മൂടാടി പഞ്ചായത്തിൽ കോൺഗ്രസ് ഇതരർ അല്ല UDF ഇതരറാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഒരു ഘട്ടത്തിൽ മാത്രമാണ്, ഒരു 5 വർഷം മാത്രമാണ് IUML-ൻ്റെ ഒരു പ്രസിഡന്റ് വന്നിട്ടുള്ളത്. അപ്പോൾ 2010 UDF LDF തുല്യമായി വന്നു. 9-9 നറുക്കെടുപ്പിലൂടെ ഒരു പ്രസിഡന്റ് വന്നു. അപ്പോൾ ഈ ഇത്രയും വർഷത്തെ ചരിത്രത്തിൽ UDF-ന് ഒരു തവണ മാത്രം അധികാരത്തിൽ എത്താൻ കഴിയുകയും ഒരു തവണ അധികാരത്തിൻ്റെ വക്കത്ത് UDF, കോൺഗ്രസ്, BJP അങ്ങനെയാണ്. എന്തായാലും അപ്പോൾ ഇത്രയും വർഷം കൊണ്ട് UDF-ന് മൂടാടിയിൽ ഒരു അധികാരത്തിലെത്തുന്നൊരു പ്രബല ശക്തിയായി മാറാൻ പറ്റാതിരുന്നത് എന്തുകൊണ്ടാണ്? ഇനി ഇങ്ങനെ നിന്നാൽ പോരല്ലോ, നമ്മൾ അധികാരത്തിലേക്ക് വരേണ്ടതുണ്ട്. താങ്കൾ ഉന്നയിച്ച പൊതുശ്മശാനം, അതുപോലെ മത്സ്യ മാർക്കറ്റ്, അറവുശാല, റോഡിൻ്റെ ഇത് ഒക്കെ പരിഹരിക്കണമെങ്കിൽ UDF-ന് കുറച്ചുകൂടി നന്നായി കഴിയുമെന്നാണല്ലോ താങ്കൾ പ്രതീക്ഷിക്കുക. എന്താണ്
ഈ ഒരു പിന്നോക്കാവസ്ഥ UDF മൂടാടി പഞ്ചായത്തിൽ ഉണ്ടാവാൻ കാരണം? അത് പരിഹരിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിൽ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് വരാനുള്ള എന്തെല്ലാം പദ്ധതികളാണ് UDF എന്ന് പറയാനുള്ള അവസരമാണ് താങ്കൾക്ക്. ഇതൊക്കെ പറയുമ്പോഴും പ്രസിഡന്റിനും അല്ലാത്തൊരു അന്ന് BJP കോലീബി എന്നാണ്, ഇപ്പം CJP ആണ്. CJP ആണ് ഇപ്പം സംസ്ഥാനത്ത്, അല്ല ഇന്ന് CJP ആണെന്ന് സംസ്ഥാനത്ത് എല്ലാ പ്രശ്നങ്ങളും നേടിയെടുക്കുന്നതും പരിഹരിക്കുന്നതൊക്കെ. പക്ഷെ അന്ന് BJPയുടെ മെമ്പർ ശ്രീ കൃഷ്ണൻ ഞങ്ങൾക്ക് ഭരണസമിതിക്ക് പിന്തുണ തന്നിട്ടുള്ള യാഥാർത്ഥ്യമാണ്. അത് കോലീബി സഖ്യല്ല, ഞങ്ങൾക്ക് പിന്തുണ തന്നു എന്നുള്ളതാണ്. ആ സമയത്ത് ഇന്ന് ലഭിക്കുന്ന എത്ര തിരുത്ത് കൃഷ്ണൻ അന്ന് UDFന്റെ BJPന്റെ സ്ഥാനാർത്ഥിയായിട്ട് പാലക്കുളത്ത് കലക്കുഞ്ഞി കണാടിനെതിരെ മത്സരിച്ച ആളാണ്. ഈ സമയത്ത് അത്തരത്തിലുള്ള ഫണ്ട് നമ്മുടെ ഈ 73-74 വകുപ്പ് ഭേദഗതികൾ വരുത്തിയിട്ടുള്ള ഒരു ഫണ്ടുകളൊന്നും തന്നെ അന്ന് ലഭിച്ചിരുന്നില്ല. അന്ന് ലഭിച്ചിരുന്നത് ഫണ്ട് JRY പദ്ധതിയിലൂടെ അന്നത്തെ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് കൊടുത്ത റോഡ് പദ്ധതികൾ മാത്രമല്ലാതെ മറ്റ് ഒരു ഫണ്ടുകളും പഞ്ചായത്തിന് ലഭിച്ചിരുന്നില്ല. അതിനു മുമ്പുള്ള അവസ്ഥയും ഇത് തന്നെയായിരുന്നു. പണ്ടുള്ള പഞ്ചായത്ത് എന്ന് പറയുന്നത് പഞ്ചായത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ ഒരു ക്ലർക്കും ഉണ്ടാവും. ആ ക്ലർക്കിൻ്റെ പണി എന്താ? സൈക്കിൾ ഡബിൾ എടുത്ത് പോകുന്ന സൈക്കിൾ ഡബിൾ എടുത്ത് പോകുന്ന പിടിക്കുക, അതിൻ്റെ ചാർജ് ഈടാക്കുക എന്നൊക്കെ അന്നത്തേത്. അതിന് ശേഷം വന്നത് JRY പദ്ധതിയിലൂടെ കുറച്ച് ഫണ്ട് കൊടുത്തുകൊണ്ട് അത്യാവശ്യം റോഡുകൾ നന്നാക്കുക എന്നുള്ള ഒരു പദ്ധതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് വന്നത് ഈ സംസ്ഥാനം ഭരിക്കുന്ന നായനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ഈ പദ്ധതി പൂർണ്ണമായും ഇവിടെ നടപ്പിലാക്കാനുള്ള ആവശ്യമായ ഫണ്ടുകളൊക്കെ തന്നെ സംസ്ഥാനത്തിന്, അതുപോലെ തന്നെ ഈ നായനാർ ഭരിച്ചപ്പോൾ ഫണ്ട് കിട്ടിയ നായനാർ കൊടുത്തല്ല, 74, 73, 74 വകുപ്പുകൾ ഭേദഗതി വരുത്തി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ഫണ്ടുകൾ പഞ്ചായത്തുകൾക്ക് കൊടുത്തത് ജനകീയാസൂത്രണം കൊണ്ടുവന്ന് ഓർമ്മപ്പെടുത്തിയാണ്. നായനാറാണ് ജനകീയാസൂത്രണം കൊണ്ടുവന്നത്. നായനാറാണ് കൊണ്ടുവന്ന് നടപ്പിലാക്കാൻ ശ്രമിച്ചത്. നരസിംഹറാവുവിൻ്റെ ഗവൺമെൻറ് നടപ്പിലാക്കിയത്, അതിവിടെ കേരളത്തിൽ നടപ്പിലാക്കി എന്നുള്ളൂ. അതില്ല. ആ സമയത്താണ് ഈ ഫണ്ടുകളൊക്കെ തന്നെ പഞ്ചായത്ത് ലഭിച്ചത്. തങ്ങൾ ചോദിച്ച ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. എന്തു തന്നെയായാലും അടുത്ത ഭരണസമിതി UDFൻ്റെ ഭരണസമിതി ആയിരിക്കും മൂടാടി ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനുള്ള എല്ലാ ഇത് നിങ്ങളുടെ നമ്മൾ മൂടാർ പഞ്ചായത്തിലെ ആളുകൾ സംസ്കാരമുള്ള ആളുകളാണ്. അല്ല അത് ഓഡിയൻസ് നോക്കണ്ട, UDFന്റെ അല്ല സാംസ്കാരികമായി മുന്നോട്ട് നിൽക്കുന്ന ആളുകൾ തന്നെയാ. പക്ഷെ ആരെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ സംസ്കാരത്തിലേക്ക് നമ്മൾ ഓഡിയൻസിന് മറുപടി കൊടുക്കണ്ട. നമ്മൾ പറയേണ്ടത് UDFന് 10-30 വർഷമായി നമ്മൾ അധികാരത്തിൽ നിന്ന് പുറത്താണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്താനുള്ള എന്തെല്ലാം പദ്ധതികളാണ് ജനങ്ങൾക്ക് മുമ്പിൽ UDF വെക്കുക എന്നുള്ളത് വെക്കാനുള്ള ഒരു അവസരമാണ് താങ്കൾക്ക്. അടുത്ത തെരഞ്ഞെടുപ്പിൽ മൂടാടി ഗ്രാമപഞ്ചായത്ത് UDF ഭരിക്കുമെന്ന് പറയാനുള്ള കാരണം ഇന്ന് വരെ 30 വർഷക്കാലം കൊണ്ട് മൂടാടി ഗ്രാമപഞ്ചായത്തിനകത്ത് ഈ LDF നടത്തിയ പ്രവർത്തനങ്ങൾ മാത്രം മതി. ആ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം തന്നെ ഞങ്ങൾ UDF അധികാരത്തിൽ വരും. എടുത്തു കാണിക്കത്തക്ക ഒരു വികസന പ്രവർത്തനവും ഈ മൂടാടി പഞ്ചായത്തിൽ വന്നിട്ടില്ല. പഞ്ചായത്ത് രാജ് മുഖേന കൊണ്ടുവന്ന ഫണ്ടുകൾ കൊണ്ട് റോഡുണ്ടാക്കി കോൺക്രീറ്റ് ചെയ്തു എന്നല്ലാതെ ഒരു പൊതുവായ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ ഇന്ന് വരെ ഈ പഞ്ചായത്തിൽ ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അടുത്ത ഭരണസമിതി UDFൻ്റെ ഭരണസമിതി ആയിരിക്കും. ജനങ്ങൾക്ക് മടുത്തു. ജനങ്ങൾ പൊറുതി പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ പഞ്ചായത്തിൻ്റെ മാത്രമല്ല സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പോലും പൊറുതി പൊട്ടിക്കൽ കൊണ്ട് ഈ ജനങ്ങൾ പൊറുതി പൊട്ടിക്കുന്ന സാഹചര്യത്തിൽ UDF അധികാരത്തിൽ വരും. യാതൊരു തർക്കമില്ല. ഞങ്ങളിതിനുള്ള കർമ്മ പദ്ധതികളൊക്കെ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചില്ലേ എന്നാ കോലീബി എന്ന് പറയുന്നത്. ഇന്ന് PM-SRI പദ്ധതിയിൽ ഒപ്പിട്ടത് പ്രകാരം CJP ആണ് ഇന്ന് സംസ്ഥാനത്തെ മുന്നണി സംവിധാനം എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ ഒരു ചോദ്യം ചോദിക്കട്ടെ. കർണാടകയിൽ ഈ പദ്ധതി കൊണ്ടുവന്ന് കോൺഗ്രസ് അല്ല ഒപ്പിട്ടത്, കഴിഞ്ഞ BJP ഗവൺമെന്റാ. കഴിഞ്ഞ BJP ഗവൺമെന്റാ ഒപ്പിട്ട് പൈസ വാങ്ങിയാണ് പാർട്ടി മാറ്റി ചിത്രം വെച്ച് പഠിപ്പിക്കണം. നമ്മൾ ഓഡിയൻസിലേക്ക് വരും. ഓഡിയൻസിലേക്ക് വരും. ഇപ്പോൾ ശ്രീ പപ്പൻ മൂടാടി
UDF ബിജെപിയാ നിങ്ങൾ ഭരിക്കുമ്പോഴാ ചെയ്തേ. അതായത് ഇന്നല്ലെങ്കിൽ നാളെ പോകാൻ തയ്യാറെടുത്തേക്കുന്ന ആളുകളാണ് ബി ജെ പി പറയുന്നത് ഒപ്പിടുന്നത്. ഇവിടെ പുനഃപരിശോധിക്കാൻ പറയുമ്പോൾ പുനഃപരിശോധിക്കും. അത് അവിടെ പറഞ്ഞാൽ മതി. രാജസ്ഥാനിലെ കർണാടകയിൽ പോയിട്ട് പറഞ്ഞാൽ മതി. കർണാടകയിൽ പോയി പറഞ്ഞാൽ മതി, ഇവിടെ പറയണ്ട. അല്ല, നമുക്ക് ചർച്ചയ്ക്ക് വിഷയമാക്കാം. സമയം വരും, ഇരിക്കും. നിങ്ങൾക്ക് മൈക്ക് തരും. ഈ കർണാടകയിൽ അല്ല പ്രസിഡന്റ് ഒന്ന് പറഞ്ഞോട്ടെ. ഈ കർണാടകയില് PMCയിൽ ഒപ്പിട്ടത് BJP ഗവൺമെന്റാ. അത് മാറി വന്ന കോൺഗ്രസ് ഗവൺമെന്റ് അവിടെയുള്ളത്. പക്ഷേ ഇത് നമ്മൾ പറയുന്നത് NEP എന്ന് പറയുന്ന പദ്ധതിയിൽ ഒരു കാരണവശാലും ഒപ്പിടാൻ പാടില്ല എന്ന് ഒരു കാലഘട്ടത്തിൽ കേരളത്തിന്റെ ഇന്നത്തെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ പലവട്ടം ആവർത്തിച്ച് പറഞ്ഞതാ. ഇത് NEP അല്ല, ഇത് PMCയാ. അടുത്ത കുട്ടികൾ നമ്മളെ CK സ്കൂളും കടലൂർ സ്കൂളും ഭീമംഗൽ സ്കൂളൊക്കെ പഠിക്കുന്നത് എഡ്ഗേവാറിന്റെ ഫോട്ടോ വെച്ച പാഠ്യപദ്ധതിയാണ് നടപ്പിലാക്കാൻ പോകുന്നത്. കർണാടകത്തിൽ പോട്ടെ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഈ സംസ്ഥാനത്ത് ഇത്രയും ശോചനീയാവസ്ഥയിലേക്ക് CJP സഖ്യമുണ്ടാക്കി നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ജനങ്ങൾ വെറുക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. മാത്രം അയ്യപ്പന് പോലും, സ്വാമിയെ ശരണമയ്യപ്പ, അയ്യപ്പന് പോലും രക്ഷയില്ലാത്തൊരു കാലം. പഞ്ചായത്ത് വിട്ട് നമ്മളെ പറ്റിയൊന്നും പറയാനേ. നമ്മുടെ ചോദ്യം ഉദ്ദേശിച്ചത് UDF അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരാൻ മൂടാടി പഞ്ചായത്തിൽ എന്തെല്ലാം കർമ്മ പദ്ധതികളാണ് വെക്കുക എന്നുള്ള ചോദ്യമാണ് ചോദിച്ചത്. ഉത്തരമായിട്ട് നമുക്ക് വരുന്നത് പൊതു രാഷ്ട്രീയ പ്രശ്നങ്ങളാണ്. അത് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആണ് ഇവിടെ ചർച്ച വന്നിട്ടുള്ളത്. മൂടാടി പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ ഉത്തരമായി പ്രതീക്ഷിച്ചിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് പ്രസിഡന്റിനുള്ള ചോദ്യം, താങ്കൾ കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിൽ പൂർണ്ണ സംതൃപ്തനാണോ? അസംതൃപ്തമായ ഏതെങ്കിലും മേഖലയോ ചെയ്യാൻ കഴിയാതിരുന്ന എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ? അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇവിടെ LDFന്റെ സ്ഥിതി എങ്ങനെയാവുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? LDF നിലവിലിപ്പോൾ 11 സീറ്റുകളാണ് LDFനുള്ളത്. 20 സീറ്റുകളായി ഇപ്പം ഗ്രാമപഞ്ചായത്തിൽ വർദ്ധിച്ചിട്ടുണ്ട്. ആ 20 സീറ്റിലും LDF വിജയിക്കും തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 20 സീറ്റിലും വിജയിക്കും. സത്യമാണ് കുറയ്ക്കില്ല. ഇല്ല, പപ്പാട്ടം പറഞ്ഞതിനെ കൊണ്ട് പറയുകയാണ് മൂടാടി പഞ്ചായത്ത് എന്ത് വികസനമാണ് നടന്നതെന്ന്. ഈ 4 ആൾ വന്നിരുന്നു ഇവിടെ. എനിക്ക് ഇല്ല, ഇത് ഇംഗ്ലീഷൊന്നും അറിയില്ല. അപ്പോൾ അവരെന്താ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മൂടാടി പഞ്ചായത്തിനെ പറ്റി ചോദിച്ചാൽ ഞാൻ മലയാളത്തിൽ പറഞ്ഞ ശേഷം ഒരു പറഞ്ഞെന്താണോ, ഈ മൂടാടി പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പഞ്ചായത്ത് ഒരു വേറെ ഈ കർണാടകയിലുള്ള ആൾക്കാരാണ്, നാഗാലാൻഡ്, മേഘാലയ. അപ്പോൾ ഓരെന്താ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ വികസനവും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഇങ്ങനത്തെ ഒരു പഞ്ചായത്തിനെ കാണാൻ പാടിയ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെ ഇല്ല. ഒരു നമുക്ക് പറയുന്നത് നമുക്ക് മലയാളത്തിൽ ഒരു ഇംഗ്ലീഷെല്ലാം അറിയൂ. ഒരങ്ങ് സംസാരിച്ചിട്ട് നമുക്ക് ഇവിടെ വന്നൊരു മൂടാടി പഞ്ചായത്തിൽ നാളികേര വികസനം നിങ്ങൾ ചിന്തിക്കി. ഞാൻ ഒരു തെങ്ങേറ്റക്കാരനാണ്. 25 ഉറുപ്പ്യ ഈ പഞ്ചായത്ത്, തിക്കോടി പഞ്ചായത്തോ പയ്യോളി പഞ്ചായത്ത്, ഒരു പഞ്ചായത്തും ഒരു പദ്ധതി പാസ്സാക്കാത്ത മൂടാടി പഞ്ചായത്ത് ഇവിടെ പാസ്സാക്കി. ഒരു തെങ്ങിന് 25 ഉറുപ്പ്യ നമ്മൾ കൊടുക്കുക. ഈ 25 ഉറുപ്പ്യ പുരക്കാരനും, എന്നിട്ട് 50 രൂപയാണ് കൊടുക്കുന്നത്. ഇത്ര കാലം ചെയ്തിട്ട് ഈ പറഞ്ഞ ലീഗിൻ്റെ ആൾക്കാരെന്താ പറയുന്നത് വെച്ചാൽ ഓടുന്നത് പിന്നെ ഓരോ വീട്ടിൽ കയറി പറയാ വെച്ചാൽ പോകണ്ടെന്നാ. മൂടാടി പഞ്ചായത്തിൻ്റെ വികസനം കണ്ടിട്ട് ഇവിടെ എന്തെല്ലാം വന്ന്, ഇവിടെ എന്താ കുടിവെള്ളം വന്ന്, അമ്മയ്ക്ക് മുലക്കോട് ഇത് വന്ന് എല്ലാ പദ്ധതികളും ഇവിടെ മൂടാടി പഞ്ചായത്ത് എല്ലാം ഫുള്ളായിട്ട് ഇവിടെ ചെയ്തിരിക്കും. മൂടാടി പഞ്ചായത്തിൻ്റെ പദ്ധതി വികസനം കാണാൻ പണി എന്താ ഇവിടെ ഒരു എന്തായാലും പരാജയപ്പെടും 99% ഉറപ്പായി. എനിക്ക് ഏകദേശം അറിയാം. നദിയിലെ വെള്ളക്കെട്ട് കണ്ടിട്ടായിരിക്കും നാഗാലാൻഡിൽ വന്ന സുഹൃത്തുക്കൾ അങ്ങനെ ഇതുപോലത്തെ ഒരു പഞ്ചായത്ത് കണ്ടില്ല എന്ന് പറഞ്ഞത്. എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ള പഞ്ചായത്ത് പ്രസിഡന്റിനോട്. കാരണം അതിദരിദ്രരായവരെ 13 പേരെ മൂടാടി പഞ്ചായത്തിൽ നിന്ന് കണ്ടെത്തിയെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ നിലവിൽ മൂടാടി പഞ്ചായത്തിൽ AAYൻ്റെ ആൾക്കാർ, മഞ്ഞക്കാർഡുകാരുണ്ടാവുമോ ഇല്ലേ? അവരെ എന്താ സ്ഥിതിയാരെല്ലാം പുറത്തു പോയോ? അവരെല്ലാം മെച്ചപ്പെട്ടോ? സാമ്പത്തികമായി മെച്ചപ്പെട്ടോ? ദാരിദ്ര്യം മാറിയൊന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വിശദീകരിക്കണം. AAY കാർഡും അതിദരിദ്രരായിട്ട് ഒരു ബന്ധമില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. ആരൊക്കെയാണ് അതിദരിദ്രം എന്നുള്ളത് നിങ്ങളെ വാർഡ് മെമ്പർമാരോട് ചോദിച്ചാൽ ആദ്യം അത് പഠിക്കുക. നിങ്ങളെ 3 മെമ്പർമാർ കോൺഗ്രസിൻ്റെയും 4 മെമ്പർമാരിൽ മുസ്ലിം ലീഗിൻ്റെയും ഈ ഗ്രാമപഞ്ചായത്തിലുണ്ട് കേട്ടോ. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണേ.
4-3-7 ആളുകളുണ്ട്. ഓല ഇന്ന് വൈകുന്നേരം വിളിച്ചിരുത്തി ചോദിക്കുക, മൂടാടി ഗ്രാമപഞ്ചായത്തിലെ അതിദരിദ്രന്മാർ ആരൊക്കെയാണ്? അവർക്ക് 21,50,000 രൂപയുടെ പദ്ധതി ഈ ഗ്രാമപഞ്ചായത്ത് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അത് മാത്രമാണോ ഇവിടുത്തെ AY അന്ത്യയോജന, അന്നയോജന? 13 ആളല്ല. നിങ്ങൾ ഈ റേഷൻ പീടിക ചോദിച്ചു നോക്ക്, ഇവിടെ അന്നയോജന, മഞ്ഞക്കാരുള്ള എത്ര ആളുകളുണ്ട് എന്നുള്ള ഈ പഞ്ചായത്തിലെ റേഷൻ പീടിക കയറി ഒന്ന് അത് ചോദിക്കുക. അപ്പോൾ അവരല്ല ഇതിൽ നിന്ന് ഔട്ടായി പോകുമെന്നുള്ളത് റേഷൻ പീടികക്കാരോട് ചോദിച്ചാൽ കൃത്യമായി മറുപടി പറഞ്ഞു തരും. അല്ലാണ്ട് നിലവിൽ കിട്ടുന്ന ആനുകൂല്യങ്ങളെല്ലാം നശിപ്പിക്കുന്ന പരിപാടിയല്ല. പിന്നെ ഒരുത്തനും ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഓൻ പിന്നെയും ദാരിദ്ര്യത്തിലേക്ക് പോയിക്കോട്ടെ എന്നുള്ള ദുഷിച്ച ചിന്താഗതി മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കരുത് എന്നാണ് എനിക്ക് വളരെ ദയനീയമായി അഭ്യർത്ഥിക്കാനുള്ളത്. ചോദ്യം ഷാജി ഒരു ചോദ്യം ചോദിച്ചു. മേഘാലയയിൽ നിന്ന് വന്ന ആളുകൾ ഈ പഞ്ചായത്തിൽ ഗംഭീര പദ്ധതിയാണ്, ഇത് വേറെ ഇല്ലയെന്നും എന്നൊന്നും ഞാൻ എല്ലാ പരിപാടിയിലും പങ്കെടുത്ത ആ പരിപാടിയിൽ നിന്ന് മേഘാലയയിൽ നിന്ന് ആരും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. പരിപാടികൾ ഗുഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ ഷാജി ഏതെങ്കിലും ഒരു പരിപാടിയിൽ പോയിട്ടുണ്ടാവും. അല്ല, ഷാജിക്കോല് പറയുന്നത് മനസ്സിലായിട്ടുണ്ടാകില്ല ചിലപ്പോൾ, അതുകൊണ്ടായിരിക്കും. പിന്നെ ഈ അതിദരിദ്രരെ കുറിച്ച് മെമ്പർ ചോദിക്കാൻ കാരണം എന്നറിയോ? കഴിഞ്ഞ നിയമസഭയിൽ നിയമസഭയിൽ ഒരു MLA ചോദിച്ചു, എത്ര അതിദരിദ്രർ നമ്മുടെ സംസ്ഥാനത്തുണ്ട് എന്ന് ചോദിച്ചപ്പോൾ മന്ത്രി GR അനിൽ അതിന് വ്യക്തമായ ഉത്തരം കൊടുത്തത് നിയമസഭയിലാണ്. 5,90,000-ലധികം ആളുകൾ അതിദരിദ്രരായിട്ട് നമ്മുടെ സംസ്ഥാനത്തുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് മെമ്പർ ചോദിച്ചത്, അത് ഇത്രയേ ഉള്ളൂ, ഒരിക്കലും കാർഡ് ഉണ്ടാകുമോ, ഇനി കാർഡ് പോകുന്നൊക്കെ. അതുകൊണ്ട് അവരെ സംശയിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അവർ ദരിദ്രരായിക്കോട്ടെ എന്നുള്ള ഒരു ആഗ്രഹം UDF-നെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഹലോ, ബഹുമാനപ്പെട്ട, ഈ ചർച്ചയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു ചാക്കര പാടശേഖരം. ഈ ചാകര പാടശേഖരത്തിൽ നമ്മൾ ഇപ്പം നെല്ല് കൃഷിയൊക്കെ പ്രസിഡന്റ് ഭയങ്കര അഭിമാനത്തോട് പറഞ്ഞത്, ആ ചാകര പാടശേഖരത്തിൽ എത്ര കിലോ നെല്ല് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്ന് അറിയാൻ താല്പര്യമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഇവിടെ ചർച്ച ചെയ്ത തരിശായി കിടക്കുന്ന 3 പാടശേഖരം കൊണ്ട് അവിടെ നമ്മൾ നെൽകൃഷി ഇറക്കാൻ എന്തെങ്കിലും സംവിധാനം ചെയ്തിട്ടുണ്ടോ? പിന്നെ ഒന്നുകൂടി ചോദിക്കട്ടെ, ഇനി നിൽക്കുന്നില്ല. ഈ അതിദരിദ്ര പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് എൻ്റെ വാർഡിൽ വിളിച്ച ആദ്യത്തെ മീറ്റിംഗ്, അതിൽ ബഹുമാനപ്പെട്ട എൻ്റെ വാർഡ് മെമ്പർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മാനദണ്ഡങ്ങളെന്ന് പറയുന്നാൽ നമ്മളങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിനെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മളെ പരിസരത്തൊന്നും ആരും ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ വാർഡിൽ അന്ന് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പുത്തലത്ത് ശശിയേട്ടൻ എന്നോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു സ്ത്രീയുടെ പേര് പറഞ്ഞു, അവരെ കൊടുക്കാമെന്ന് പറഞ്ഞു, ഇവിടെ വാടക താമസിക്കുന്ന. അപ്പോൾ ഞാനിത് പറഞ്ഞു പോയി, നിങ്ങൾ അതിദരിദ്രമായി പ്രഖ്യാപിച്ചെന്ന് പറഞ്ഞു. ആ സ്ത്രീ 2 ദിവസം മുന്നേ എന്നെ വിളിച്ചിരുന്നു, എൻ്റെ വാടക വീട് ഒഴിഞ്ഞു കൊടുക്കണം, എനിക്ക് പുതിയൊരു വീട് വേണമെന്ന് പറഞ്ഞിട്ട് വാടക വാങ്ങിത്തരാൻ പറഞ്ഞു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, ഇതാണ് അതിദരിദ്ര പ്രഖ്യാപനം എന്ന് പറയുന്നത്. ആ സ്ത്രീയുടെ കാര്യത്തിൽ എന്ത് തീരുമാനിച്ചു എന്ന് എനിക്കറിയില്ല. ആ സ്ത്രീ വീടില്ല, എനിക്ക് വീടുണ്ടാക്കി തരണം, സ്ഥലം വാങ്ങിത്തരണം ഒക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും ചോദ്യം വ്യക്തമാണ്. പ്രസിഡന്റ് പ്രതികരിക്കും. ഒന്ന്, ചാക്കര പാടശേഖരത്ത് നെല്ലിൻ്റെ കൃത്യമായ കണക്ക് എൻ്റെ കയ്യിലില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഞങ്ങളൊക്കെ ഉള്ള ഒരു യോഗത്തിൽ വെച്ചിട്ട് കൃഷി ഓഫീസർ പറഞ്ഞത്, പിന്നെ ഒരു സെൻറ്റിൽ നിന്നും ഇത്ര കിലോ നെല്ല് ഉൽപ്പാദിപ്പിക്കണമെന്നതാണ് നമ്മളെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണക്ക്. അതിനേക്കാളും കൂടുതൽ ഉൽപ്പാദനം അവിടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട കൃഷി ഓഫീസർ ഫൗസിയ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നല്ല വിളവ് കിട്ടിയെന്നാണ്. കർഷകരായ ആളുകൾ ഇവിടെ കോടാടത്തണ്ടി കുഞ്ഞികൃഷ്ണൻ നായരും ഇവിടുത്തെ പിന്നെ ആളുകളോടൊക്കെ നിങ്ങളുടെ പരിസരത്തുള്ള ആളുകളോട് ചോദിച്ചാൽ അറിയാം, പതിവിൽ കവിഞ്ഞ പിന്നെ ഉൽപ്പാദനം അവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ നെൽകൃഷി പ്രോത്സാഹിപ്പിക്കാൻ പഞ്ചായത്ത് എന്നുള്ള നിലയ്ക്ക് നമ്മളൊരു മിനി റൈസ് മിൽ തന്നെ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. അവിടെ മൂടാടി അരി എന്നുള്ള നിലയ്ക്ക് അരി കുത്തി തവിട് കളയാത്ത അരി സപ്ലൈ ചെയ്യാനുള്ള സംവിധാനം നമ്മളെ ഗ്രാമപഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ഒരു തനത് പദ്ധതിയായി നടപ്പാക്കുന്നുണ്ട്. അതുപോലെ നെൽകൃഷിക്ക് കൂലിച്ചെലവ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് അറിയുക, പൂർണ്ണത അറിയുമെന്നറിയില്ല. പിന്നെ അതവർ വാങ്ങുന്നുണ്ട്. അതുപോലെ പിന്നെ പപ്പടം കൃഷി ചെയ്യുന്ന ആളാണ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ നമ്മൾ നെൽകൃഷിക്ക് നിലമൊരുക്കുന്ന കുറ്റി പൊളിക്കൽ അങ്ങനെയുള്ള കുറേ പണികളുണ്ട്, അതൊക്കെ നെൽകൃഷിയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃഷിക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. യന്ത്രം ഉപയോഗിച്ച് കൊയ്ത്ത് പാടശേഖര സമിതി യോഗമൊക്കെ വിളിച്ചു ചേർത്ത് കൊയ്ത്ത് മതി യന്ത്രം വരെ നമ്മൾ പിന്നെ ജനങ്ങളെ സപ്പോർട്ട് കൂടി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ഇനിയും ഉപയോഗപ്പെടുത്താനുണ്ട്. നിങ്ങളൊക്കെ തയ്യാറായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ നിലയിലൊക്കെ ആലോചിക്കാം. ഇപ്പം തന്നെ ചാക്കരയിൽ കുറേ സ്ഥലം ഭൂ ഉടമകൾ വിട്ടുതരാമെന്ന് കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ പാറക്കാട് വെച്ചാണ് ആ യോഗം നടന്നിട്ടുള്ളത്. ആ യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊക്കെ വിവിധ പാർട്ടിയിലെ പിന്നെ ചെറുപ്പക്കാരും
പ്രായമുള്ള ആളുകളൊക്കെ ഒന്ന് തയ്യാറായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ മേഖല മൊത്തം നെൽകൃഷി ഉണ്ടാക്കാൻ സാധിക്കും. അതിനെല്ലാവരുടെയും പിന്തുണ ആവശ്യമാണ്. അതിൽ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ വേർതിരിവ് നമ്മൾ കാണേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പറഞ്ഞ അതിദരിദ്രമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നമ്മളിപ്പോൾ ലിസ്റ്റിൽ വന്ന ആളുകളുടെ കാര്യമാണ് നമ്മൾ പരിഗണിച്ചിട്ടുള്ളത്. മറ്റുള്ളതൊന്നും നമ്മളെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. എന്താണെന്നുള്ളത് നമുക്ക് ഇപ്പോഴാണ് ഇപ്പോൾ ഗഫൂർ അങ്ങനെ ഒരു വിഷയം പറയുന്നത്. നിലവിൽ 13 ആളുകൾ. ഈ പറഞ്ഞ ആളെ പേരൊന്നും പറഞ്ഞില്ല, പക്ഷെ ഒരു വാർഡ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് ആരാ എനിക്കറിയാം. ഈ കുതിരോടി രമല എന്ന് പറഞ്ഞ അല്ല എന്താ പറഞ്ഞ അവർക്ക് ലൈഫിൻ്റെ വീട് അനുവദിച്ചതാണ്. നിരന്തരമായി അവിടെ നോക്കുമ്പോൾ അവർക്ക് ഭൂമിയില്ല. അപ്പം ഭൂമി കണ്ടെത്താൻ അവർക്ക് ഞങ്ങൾ കണ്ടെത്താമെന്ന് പറഞ്ഞതാണ്. അപ്പം പിന്നെ ഇപ്പം കണ്ടെത്താനായിക്കില്ല. വീണ്ടും ഭൂമിക്കും വീടിനും വേണ്ടി അവർ പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ലൈഫ് കുരളി ലൈഫ് എന്ന് പറഞ്ഞാൽ 2-3 വിഭാഗമുണ്ട്. ഈ വീടില്ലാത്ത ആൾക്കാരെ പോയി കണ്ടാലേ മനസ്സിലാവും. ഒന്ന് എന്ന് പറഞ്ഞാൽ ലൈഫിൽ 3 ഘട്ടമായിട്ടാണ്. ഒന്ന് പണി പൂർത്തീകരിക്കാത്ത വീടുണ്ടായിരുന്നു. കേരളത്തിൽ ഒരുപാട് വീടുകളുണ്ടായിരുന്നു. 1-ാം ഘട്ടം ലൈഫ് പണി പൂർത്തീകരിക്കൽ. ഏത് തറകെട്ടി ചുമര് കെട്ടി പണി നിന്ന് പോയ ആളുകളുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകളെ മുഴുവൻ കണ്ടെത്തി അവരെ പിന്നെ പണി പൂർത്തീകരിച്ചു. 2-ാം ഘട്ടം ഭൂമിയുള്ള ഭവനരഹിതർ, ഭൂമിയുണ്ട് വീടില്ല, ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിക്കൊണ്ട് 4 ലക്ഷം റുപ്യ കൊടുത്ത് അവർ വീടെടുത്തു. ഭൂമിയുള്ള 3-ാമത്തെ വിഭാഗമാണ് നിങ്ങൾ ഈ പറഞ്ഞത്, ഭൂമിയുമില്ല വീടുമില്ല. അത്തരക്കാരായ ആളുകൾക്ക് പിന്നെ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ ഉണ്ടാക്കി അവരെ അതിലേക്ക് പുനർവധിസിപ്പിക്കാം എന്നുള്ളതാണ് നിലവിൽ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ആ ഫ്ലാറ്റുകൾ കോഴിക്കോടും പല സ്ഥലത്തും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ അവരേതെങ്കിലും കുടുംബ സ്വത്തോ എങ്ങനെയെങ്കിലും 2-3 സെൻറ്റ് കിട്ടുവാണെങ്കിൽ അതിൽ വീട് വെക്കാനുള്ള സംവിധാനം ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ആ വിഭാഗത്തെ ആ ഫ്ലാറ്റിലേക്ക് മാറ്റി. ഒരുപാട് ഫ്ലാറ്റുകൾ വന്നിട്ടുണ്ട്. നമുക്ക് നിങ്ങൾക്ക് ആരെടുത്തെങ്കിൽ സ്ഥലം ഉണ്ടെങ്കിൽ വിട്ട് തന്നാൽ നമുക്ക് ഫ്ലാറ്റ് ഉണ്ടാക്കിയിട്ട് പറഞ്ഞ ആൾക്കാരൊക്കെ അതിൽ താമസിപ്പിക്കുകയും ചെയ്യാം. അങ്ങനെയാണ് ലൈഫിൻ്റെ സംവിധാനം. അപ്പോൾ അതൊക്കെ നിങ്ങൾ പഠിച്ചില്ല. UDF നേതാക്കന്മാരായ നിങ്ങൾ ഇതൊക്കെ പഠിക്കണം, ലൈഫിൻ്റെ സ്ഥിതി എന്താണെന്നുള്ളത്. അതായത് നന്ദി കോടിക്കൽ ബീച്ച് റോഡ് ആയിട്ട് ബന്ധപ്പെട്ട വിഷയം നേരത്തെ പ്രസിഡന്റ് വിഷയം തന്നു. അതുകൊണ്ട് പിന്നീട് ചർച്ച ചെയ്യാൻ ലൈവായിട്ട് കാണുമല്ലോ. അപ്പോൾ അതായിട്ട് നന്ദി കോടിക്കൽ ബീച്ച് റോഡ് ബന്ധപ്പെട്ട എല്ലാ ലിങ്ക് റോഡുകളും കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പ്രസിഡന്റ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ എനിക്കത് വെച്ചാൽ ഒരു 2-3-4 വർഷത്തിലധികമായി പിന്നെ പുളിയന്താറ് മുട്ടുന്ന് അടുത്ത ജംഗ്ഷന്, അതായത് നമ്പോലിനോട് ക്ഷേത്രത്തിൽ പോകുന്നൊരു റോഡുണ്ട്. ആ റോഡ് ഇപ്പോഴും ഒന്നും ചെയ്യാതെ കിടക്കുകയാണ്. ഇപ്പോൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. 3-4 വർഷമായി റോഡ് വെട്ടിയിട്ട്. അതായത് റോഡിൻ്റെ പേരെന്താ പറയുക, നമ്മളെ പിന്നെ എന്താ പറയുക, നേരത്തെ ഇന്നലെ രാജവട്ടൻ്റെ വീട്ടിലേക്ക് നമ്മൾ പോയില്ലേ കൂടുതൽ ബീച്ച് റോഡിൽ നിന്ന്, അതിൻ്റെ അടുത്ത അപ്പുറത്തെ ജംഗ്ഷന് പുളിയന്താറൂരിനല്ല, അതിൻ്റെ അടുത്ത റോഡ് വരുന്നത് നമ്മളെ ആരണ്യമുട്ടിൻ്റെ അടുത്ത ജംഗ്ഷൻ, അതാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്ന ചൈതന്യ നാരായണ റോഡ് വീട്ടിൽ പോകുന്ന റോഡാണ്. 3-4 വർഷമായി ഒന്നും ചെയ്തിട്ടില്ല. വാർഡ് 18, 2-18 ബോർഡറാണിത്. എൻ്റെ വീട് 2-18 അത് 18ആണ്. പിന്നെ 1 പിന്നെ 2ാമത് വിഷയം ഇപ്പോൾ നമ്മളെ എൻ്റെ വാർഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ 2-ാം വാർഡിൽ എല്ലാ ആളുകൾക്കും അറിയാമല്ലോ. അപ്പോൾ ഷൈജൊക്കെ ഇവിടെ ഉണ്ട്. നേരത്തെ ഞാനും ഷൈജൊക്കെ ഒരു വാർഡുകാരായിരുന്നു. ആമിച്ചട്ട് ഏരിയയും ഞാൻ ഇപ്പുറത്താണേലും. ഇപ്പോൾ അന്ന് നമ്മളത്തെ 5 വർഷക്കാലം ഗ്രാമസഭ പറയാറുണ്ടായിരുന്നു, ഇത് ഒരു ഗ്രാമസഭ പോലും നമുക്ക് ഒരുമിച്ച് ചേരാൻ കഴിയുന്നില്ല. ഗ്രാമസഭ വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നിയമം അനുസരിച്ച് 10% ആളുകൾ ഇതിൽ പങ്കെടുക്കണം. ഒരിക്കലും ആവുന്നില്ല. പരമാവധി എന്ത് ചെയ്യുക, അടുത്ത വാർഡ് വിഭജനം വരുമ്പോഴെങ്കിൽ നമുക്ക് ഒരുമിച്ചിരിക്കാനുള്ള ഒരു സംവിധാനം 2-ാം വാർഡിൽ ഉണ്ടാവുന്നതാണ് നമ്മളൊക്കെ ചർച്ച ചെയ്യാറുള്ളത്. രാഷ്ട്രീയ അധീനമായിട്ട് ഗ്രാമസഭയിൽ നമ്മളൊക്കെ വളരെ നന്നായി പറയാറുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ വാർഡ് നേരത്തെ 18 20 മാറി. സ്വാഭാവിക ജനസംഖ്യ കൂടുമ്പോൾ വാർഡുകൾ കൂടും. പക്ഷേ 2-ാം വാർഡിൻ്റെ അവസ്ഥ തൂനിന്മേൽ തുരു എന്ന് പറഞ്ഞ പോലെ. നേരത്തെ ഷൈജു ഞാൻ ഓരോ വാർഡിലാണെങ്കിൽ എനിക്കിപ്പോൾ എന്താ പറയുക, ഒരിക്കലും കാണാത്ത അറിയാത്ത ഏതോ ഒരു വലിയൊരു എന്താ പറയുക ഷഹാൻ ഹോസ്പിറ്റലിൽ പുറയിലുള്ള ഒരു ഏരിയയാണ് ഇപ്പോൾ 2-ാം വാർഡിൽ കൊണ്ട് ചേർത്തിരിക്കുന്നത്. അതൊരിക്കലും നമ്മളെ ഇതിൻ്റെ ബൈല വായിച്ചപ്പോൾ അത് നിയമത്തിനെതിരാണ്. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എനിക്ക് വോട്ട് ചെയ്യാൻ പോകണമെങ്കിൽ 2 കിലോമീറ്ററിനുള്ളിൽ എനിക്ക് ബൂത്ത് തരണമെന്നാണ് നിയമത്തിൽ പറയുന്നത്. പക്ഷെ ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് വോട്ട് ചെയ്യാൻ പോകണമെങ്കിൽ 4 കിലോമീറ്റർ പോയിട്ട് ശ്രീശൈലം സ്കൂളിൽ പോകണം. അപ്പം അതുകൊണ്ട് 2-ാം വാർഡിൻ്റെ അവസ്ഥയിൽ ഇപ്പോൾ നാട്ടിലാകെ പ്രശ്നമാണ്. അതായത് എന്താ സമരം അല്ല ഉദ്ദേശിച്ച പ്രശ്നം എന്നുള്ളത്, ജനങ്ങൾക്കൊക്കെ അമർഷമാണ്. ആരാണ് ഇത്തരത്തിൽ വാർഡ് ഉണ്ടാക്കിയത്, ആ മെമ്പർ ഏത് ജയിക്കിയത് പറയപ്പെടുന്ന മറ്റൊരു വിഷയം. പക്ഷേ ജനങ്ങൾക്ക് സ്വൈര്യമായിട്ട് എന്താ പറയുക ഗ്രാമസഭ ഓടാനും അതേപോലെ സ്വൈര്യമായിട്ട് വോട്ട് ചെയ്യാനുള്ള അവകാശം നിഷേധിച്ചൊരു സമീപനമാണ് മൂടാട് പഞ്ചായത്ത് ഭരണസമിതിയാണ് ഇതിൻ്റെ നേതൃപരമായി പങ്കുവഹിക്കേണ്ടത്. അവിടെ നിന്നാണ് ചർച്ച മേലോട്ട് പോവുക. അപ്പം അതിന് പഞ്ചായത്തിൻ്റെ വിശദീകരണം ഇവിടെ ആവശ്യപ്പെടുകയാണ്. എല്ലാ റോഡുകളും പ്രയോറിറ്റി പിന്നെ വാർഡ് മെമ്പർമാരാണ് മുന്നോട്ട് വെക്കുക. ഓരോ വർഷം ഒരു 3-4 റോഡ് ഒരു വാർഡിൽ ചെയ്യും. അപ്പോൾ അതിൽ മെമ്പർ പിന്നെ ഗ്രാമസഭയുടെ അംഗീകാരത്തോടു കൂടി മുന്നോട്ട് വെക്കുന്ന പ്രയോറിറ്റി അനുസരിച്ചാണ് നമ്മൾ കോൺക്രീറ്റോ അല്ലെങ്കിൽ ടാറോ മറ്റ് പ്രവൃത്തികളോ ചെയ്യുന്നത്. ഇതെന്താണെന്നുള്ള അറിയില്ല, ഇപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്.
ശ്രദ്ധപ്പെടുത്തിയത്. മെമ്പർമാരൊന്നും അങ്ങനെ ഒരു വിഷയം മുന്നോട്ട് വെച്ചിട്ടില്ല. പിന്നെ പറഞ്ഞത് വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. വാർഡ് വിഭജനം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് വാർഡ് വിഭജനം നടത്തുന്നത്. അതിൽ ഭരണസമിതികൾക്കൊന്നും റോഡില്ല. അങ്ങനെയാണെങ്കിൽ പയ്യോളി മുനിസിപ്പാലിറ്റിയിൽ നിങ്ങളായും ചെയ്തിട്ടുണ്ടാവുക. UDFൻ്റെ 40% പഞ്ചായത്ത് കേരളത്തിലുണ്ട്. അവിടെയൊക്കെ അതത് പാർട്ടികളാണല്ലോ ചെയ്യുക. അപ്പോൾ അതിൻ്റെ നിയമപരമായ കാര്യം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് വാർഡ് വിഭജനം നടത്തുന്നത്, പൂർത്തീകരിക്കുന്നത്, അന്തിമ രൂപരേഖ പ്രസിദ്ധീകരിക്കുന്നതൊക്കെ. ഈ വിഷയം നമ്മൾ ഒരുപാട് പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിലൊക്കെ ചർച്ച നടത്തിയതാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച് കേസുണ്ടായിരുന്നു. ആ കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വസ്തുതാവിരുദ്ധമാണെന്ന് കണ്ട് കേസ് തള്ളുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് പരിപാടി വൈൻഡപ്പ് ചെയ്യുന്നതിലേക്ക് പോവാം. അതിനു മുമ്പ് നമ്മുടെ രണ്ട് നേതാക്കളും സംക്ഷിപ്തമായിട്ട് 2 ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ശ്രീ പപ്പൻ മൂടാടിയോടാണ് ആദ്യത്തെ ചോദ്യം. കേരളത്തിൽ താങ്കൾ നേരത്തെ പറഞ്ഞു PM ശ്രീയിൽ ഒപ്പിട്ടതിനെ പറ്റി. PM ശ്രീയിൽ ഒപ്പിടാത്തത് കൊണ്ട് കേന്ദ്രം കേരളത്തിന് ചില ഫണ്ടുകൾ നിരാകരിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ രംഗത്തുള്ള SSA ഫണ്ട് പോലുള്ള ഫണ്ടുകൾ ഈ അടുത്ത ദിവസം തരാമെന്ന് നേരത്തെ അഗ്രിമെൻ്റ് ഉണ്ടായ ആ തുക പോലും തരാത്ത സ്ഥിതിയിലേക്ക് പോകുന്നുണ്ട്. അതിനെതിരെ UDF പ്രതികരിക്കുന്നുണ്ടോ? എന്താണ് നിലപാട് എന്നുള്ളതാണ് ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇപ്പോൾ താങ്കൾ UDF അടുത്ത തെരഞ്ഞെടുപ്പിൽ മൂടാടിയിൽ അധികാരത്തിൽ വരുമെന്ന് പറയുന്നു. സംസ്ഥാനത്തെ പിണറായി ഭരിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ സംസ്ഥാനത്തുള്ളത്. LDFൻ്റെ ഭരണമാണല്ലോ. LDFൻ്റെ ഭരണം UDFൻ്റെ മൂടാടിയിലെ വിജയത്തിന് സഹായകരമാവുന്ന രീതിയിലാണോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ താങ്കളുടെ വിശദീകരണം. ഈ കാര്യങ്ങൾ താങ്കൾ വിശദീകരിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. PM ശ്രീയിൽ ഒപ്പിടുക വഴി ഫണ്ട് നിഷേധിക്കണമെന്നോ അല്ലെങ്കിൽ ഫണ്ട് ലഭിക്കരുത് എന്നുള്ള അഭിപ്രായം നോക്കില്ല. പക്ഷേ ഈ PMCയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് ഗാന്ധിജിയെക്കുറിച്ചുള്ള സങ്കല്പം, ആരായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ, ആരായിരുന്നു ഇന്ത്യയുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാർ എന്നതിൽ സിലബസ് മാറ്റേണ്ടതില്ല എന്നൊരു വിശദീകരണം വരുന്നുണ്ടല്ലോ. പല സ്ഥലത്തും PM ശ്രീന്ന് ഫണ്ട് വാങ്ങിയവർ സിലബസിൽ മാറ്റം വരാത്തതിൻ്റെ ഒരു ചിത്രം നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ. അത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ഈ ഫണ്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നീട് തീരുമാനിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്, പ്രത്യേകിച്ച് BJP ഗവൺമെൻറ്, നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് അത് പൂർണ്ണമായി അടിച്ചേൽപ്പിക്കും. കാരണം ഇത് പറയാൻ കാരണം നമ്മുടെ രാഷ്ട്രപിതാവിനെ വീണ്ടും വെടിവെച്ച് കൊല്ലുന്ന ആവർത്തന ചിത്രം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് BJPക്കാർ. അപ്പോൾ അവരെന്ത് ചെയ്യും? ഈ മഹാത്മാഗാന്ധിയെക്കുറിച്ചും അതുപോലെ തന്നെ പണ്ഡിറ്റ്ജിയെക്കുറിച്ചും ഒക്കെയുള്ള ചിത്രം മാറ്റിയിട്ട് സവാക്കറെക്കുറിച്ചും ഗോഡ്സെയെക്കുറിച്ചുള്ള ഒരു ചിത്രങ്ങൾ വെച്ചുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കാൻ ആവശ്യമായ രീതിയിലേക്ക് PM ശ്രീ കൊണ്ടുപോകും എന്നുള്ളതാണ് UDFൻ്റെ കോൺഗ്രസിൻ്റെ അഭിപ്രായം. അതുകൊണ്ട് പണ്ട് സിലബസ് തീരുമാനിക്കുന്നത് അതത് സംസ്ഥാന ഗവൺമെൻറ്റുകളല്ലേ? സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് അതിൽ പങ്കുണ്ട്. പക്ഷേ ഏറിയ പങ്കും അത് ആ സിലബസ് അംഗീകരിക്കണമെങ്കിൽ ഈ പറയുന്ന സിലബസ് കൂടി ഇതിൽ ഉൾപ്പെടുത്തണമെന്ന് കേന്ദ്ര ഗവൺമെൻറ് നിഷ്കർഷിക്കുന്നുണ്ട്. അതാണ് ഞങ്ങൾക്ക് ഇതിനോട് എതിർപ്പ്. പിന്നെ നേരത്തെ രണ്ടാമത്തെ ഒരു കാര്യം, LDFൻ്റെ ഭരണം ജനങ്ങളുടെ മേലെ ഒരു വീടെടുക്കണമെങ്കിൽ ആ വീടിൻ്റെ പെർമിറ്റ് ആദ്യം 30 രൂപയായിരുന്നു പെർമിറ്റ് ഫീസെങ്കിൽ, ഫോമിൻ്റെ ഫീസെങ്കിൽ അത് 300 രൂപയിലേക്ക് വർദ്ധിപ്പിച്ചു. പെർമിറ്റിന് സ്ക്വയർ ഫീറ്റിന് 150 ഇരട്ടി വർദ്ധിപ്പിച്ചു. എന്നിട്ട് 50% കുറച്ചു എന്ന് പറയൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത്തരത്തിലുള്ള ഒട്ടനവധി ജനദ്രോഹന വീട്ടുനികുതി വർദ്ധിപ്പിച്ചു, കറണ്ട് ചാർജ് 5 ഇരട്ടി വർദ്ധിപ്പിച്ചു, വെള്ളക്കരം വർദ്ധിപ്പിച്ചു. എന്തിനേറെ പറയുന്നു, ജനങ്ങൾക്ക് നിത്യോപയോഗ സാധനങ്ങൾക്കുള്ള വില കുത്തനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു നേരത്തെ ചിലവിന് 500 രൂപയെങ്കിലും ഒരു ചെറിയ പാവപ്പെട്ട കുടുംബത്തിന് വേണ്ടി വരുന്നുള്ള ആ അവസ്ഥ. മന്തിയല്ല, അരി സാധാരണ അന്നം കഴിക്കുന്നവന് മന്തി കഴിക്കണമെങ്കിൽ 500 മതിയാകില്ല, 2000 മതിയാകില്ല ഒരു കുടുംബത്തിന്. ഈ സാധാരണ അരി വാങ്ങിയിട്ട് പണ്ട് 22 രൂപയ്ക്ക് വിറ്റ അരി ഇന്ന് 65 രൂപയാണ് കിലോന്. അത്ര നിത്യോപയോഗ സാധനങ്ങൾക്ക് എല്ലാ തുപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള നിത്യോപയോഗ സാധനങ്ങൾ കുത്തനെ വില വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ഈ LDF ഭരണം UDFനെ അധികാരത്തിലേറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഞങ്ങൾക്കില്ല. ഓക്കെ, വ്യക്തമാണ് നിലപാട്. അടുത്ത ചോദ്യം മിസ്റ്റർ ശ്രീകുമാറിനോടാണ്. ചോദ്യം ഇതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി വലിയൊരു പ്രഖ്യാപനങ്ങൾ നടത്തുകയുണ്ടായി. അത് വലിയൊരളവിൽ വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ നൽകുന്നതാണ്.
ഈ ആനുകൂല്യങ്ങൾ നൽകലാണോ യഥാർത്ഥത്തിൽ പുരോഗതിയുടെ അടിസ്ഥാനം? ഇപ്പോൾ ഒരു തമിഴ്നാട് രാഷ്ട്രീയം പോലെ സൗജന്യങ്ങൾ കൊടുക്കുക, നേരത്തെ കിറ്റ് കൊടുത്തു എന്ന ആരോപണം വന്നു. അതേപോലെ ഇതാണോ യഥാർത്ഥത്തിൽ സദ്ഭരണം? ഇതാണോ ഈ ഭരണം കൊണ്ട് LDF മൂടാടി പഞ്ചായത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരുമെന്നാണോ താങ്കൾ പ്രതീക്ഷിക്കുന്നത്? എങ്ങനെയാണ് താങ്കൾ സംസ്ഥാനത്തെ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഭരണത്തെ താങ്കൾ നോക്കിക്കാണുന്നത്? ആനുകൂല്യ വിതരണത്തിലൂടെ വോട്ട് തട്ടിക്കളയാമെന്നുള്ള അഭിപ്രായം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കേരളത്തിൻ്റെ സമഗ്ര വികസനമാണ് കഴിഞ്ഞ 9.5 വർഷമായി ഈ സംസ്ഥാനത്താകെ നടക്കുന്നത്. 2011 മുതൽ 2016 വരെ കേരളം ഭരിച്ചിരുന്ന UDF കേരളത്തെ മുച്ചൂടും തകർത്ത് ഇനിയൊരു തകർച്ചയിലേക്ക് ഈ സംസ്ഥാനം പോകേണ്ടതില്ല എന്നുള്ളൊരു ഘട്ടത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കേരള ജനത ഭരണമേൽപ്പിക്കുന്നത്. ആ ഘട്ടത്തിൽ വിവിധങ്ങളായ പ്രതിസന്ധികൾ ഈ സംസ്ഥാനം അഭിമുഖീകരിച്ചിട്ടുണ്ട്. പ്രളയം വന്നു, നിപ്പ വന്നു, കോവിഡ് വന്നു. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചു കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു മുന്നണിക്ക് വീണ്ടും തുടർഭരണം സമ്മാനിക്കുന്ന സ്ഥിതിയിലേക്ക് കേരള ജനത മാറി. അതിൻ്റെ ഭാഗമായി തുടർഭരണത്തിൻ്റെ ഭാഗമായി ഈ സംസ്ഥാനത്ത് വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ആനുകൂല്യ വിതരണം മാത്രമല്ല, നാഷണൽ ഹൈവേയുടെ പണിയായിരുന്നാലും, കേരളത്തിലെ വ്യാവസായിക മേഖലയിലുണ്ടായ പുരോഗതിയായിരുന്നാലും, കാർഷിക മേഖലയിലുണ്ടായ പുരോഗതിയായിരുന്നാലും, കേരളത്തിലെ ആരോഗ്യ രംഗത്തുണ്ടായ ആരോഗ്യ കേന്ദ്രങ്ങൾ ഹൈടെക്കായി മാറിയതും കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് ആരോഗ്യ മേഖലയെ വലിയ തോതിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന സ്ഥിതിയിൽ വന്നു. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഏറ്റവും മികച്ച നിലയിൽ, ഇന്ത്യയിലേക്ക് തന്നെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ മേഖലയായി കേരളം മാറി. ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ ലോകത്തെ സംസ്ഥാനമായി കേരളം മാറി. അങ്ങനെ സമസ്ത മേഖലകളിലും വലിയ പുരോഗതി സംസ്ഥാനത്ത് സംഘടിപ്പിക്കാൻ പ്രിയപ്പെട്ട പിണറായി വിജയൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾ തുടർന്ന് കൊണ്ടുപോകാനുള്ള അംഗീകാരമാണ് ഈ ജനം കാത്തു നിൽക്കുന്നത്. മറുഭാഗത്താണെങ്കിൽ നമുക്കറിയാം ആര് മുഖ്യമന്ത്രിയാകുമെന്ന് പരസ്പരം മത്സരിക്കുകയാണ്. VD സതീശൻ ഞാൻ പറയും ഞാൻ മുഖ്യമന്ത്രി, AC വേണുഗോപാൽ പറയും ഞാൻ മുഖ്യമന്ത്രി, ലീഗ് പറയുന്നു ഞങ്ങളാണ് തീരുമാനിക്കുക. ഇങ്ങനെ പരസ്പരം തല്ലി കഴിഞ്ഞുകൂടുന്ന ഒരു മുന്നണിയെ വീണ്ടും കേരളത്തിൻ്റെ ഭരണം ഏൽപ്പിക്കാൻ കേരളത്തിലെ സാധാരണക്കാരായ ആളുകൾ തയ്യാറാവില്ല. പെൻഷൻ കൊടുത്ത് പെൻഷൻ പൂർണ്ണമായും നിഷേധിച്ച 18 മാസത്തെ പെൻഷൻ കുടിശ്ശികയായിരുന്നു. ആ രംഗത്തു നിന്നാണ് ഈ പെൻഷൻ വർദ്ധിപ്പിച്ച് 2000-ലേക്ക് ഇപ്പോൾ പോകുന്നത്. അത് ഈ നാട്ടിലെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസകരമായ പ്രവർത്തനമാണ്. അത് വോട്ട് തട്ടാൻ വേണ്ടിക്കൊണ്ടുള്ള പരിപാടിയല്ല. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാനത്ത് അധികാരത്തിൽ വരുന്നതിൻ്റെ മുന്നേ പ്രകടന പത്രികയിലൂടെ പ്രഖ്യാപിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ ഓരോന്നോരോന്നായി നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. അത് ലൈഫായിരുന്നാലും, അതിദരിദ്രമുക്ത സംസ്ഥാനമായിരുന്നാലും, പെൻഷൻ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലായിരുന്നാലും, മറ്റെല്ലാ മേഖലകളിലും കേരളത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇവിടെ ഉള്ളത്. അതിന് ജനങ്ങൾ അംഗീകാരം കൊടുക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, വ്യക്തമാണ് നിലപാടുകൾ. പപ്പൻ മൂടാടിക്ക് എന്തോ കൂട്ടിച്ചേർക്കാനുണ്ട്, അദ്ദേഹത്തിലേക്ക് പോകാം. ഈ 9 വർഷക്കാലത്തെ ഭരണ നേട്ടം എന്ന് പറയുന്നത് പണ്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് തുടങ്ങി വെച്ച എല്ലാ പ്രവർത്തനങ്ങളും, ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്ത എയർപോർട്ട്, ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്ത വിവിധ പദ്ധതികൾ, അത് വീണ്ടും ഉദ്ഘാടനം ചെയ്യുക എന്നല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? പണ്ട് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് കാലത്ത് ഗ്യാസ് പൈപ്പ് ലൈൻ വന്നപ്പോൾ ഇത് ഭൂമിയിലടിയുടെ ബോംബ് ആണ് വെക്കുന്നത്, എല്ലാവർക്കും അപകടമാണ് എന്ന് പറഞ്ഞ് വീണ്ടും അത് അവർ കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. അതാണ് ഇവർ ചെയ്തത്. പിന്നെ ആശുപത്രിയുടെ കാര്യത്തിൽ ഇപ്പോൾ ആശുപത്രി പോകാൻ നമ്മുടെ സംസ്ഥാനത്തിന് സാംസ്കാരിക വകുപ്പ് മന്ത്രി പറയുകയുണ്ടായി, എൻ്റെ ജീവൻ രക്ഷപ്പെട്ടത് സ്വകാര്യ ആശുപത്രി പോയത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു പോവുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിക്കുന്നു ഈ കേരളത്തിലെ ഈ ഗവൺമെൻറ് ആശുപത്രികളുടെ നില എന്താണ്, എത്ര പേർ മരണപ്പെട്ടു, എത്ര പേർ മരിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട ശങ്കരൻ മന്ത്രിയായ സമയത്ത് ആശുപത്രിയുടെ കോല അന്നറിയാം നമുക്ക് എങ്ങനെയായിരുന്നുള്ളത്. ശങ്കരൻ മന്ത്രിയായിരുന്ന കാലം, ശങ്കരൻ സാർ മന്ത്രിയായിരുന്ന ശങ്കരൻ സാർ മന്ത്രിയായിരുന്ന കാലത്താണ് ആ ആശുപത്രിക്ക് ആ പുതിയ കെട്ടിടത്തിൽ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മൾ ഈ സായാഹ്നത്തിൽ ഒത്തുകൂടുകയും വിവിധ രാഷ്ട്രീയ പാർട്ടിയിലുള്ള വിവിധ ആശയമുള്ള ആളുകൾ ഒത്തുകൂടുകയും നമ്മുടെ പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഗുണങ്ങൾ, പോരായ്മകൾ എല്ലാം ചർച്ച ചെയ്യുകയാണ് ചെയ്തത്. നമ്മൾ ഒരുമിച്ച് നിന്ന് ഈ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി അനവരതം ഇനിയും പ്രവർത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുന്നു.